ചോദ്യം നമ്പർ 545 ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ ശൈലജ ടീച്ചർ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. എം വി ഗോവിന്ദൻ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ ശൈലജ ടീച്ചർ ചോദ്യം ടേബിൾ ചെയ്തു. ഉത്തരം. സർ, 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ റോഡുകളെല്ലാം അതിമനോഹരമായിട്ട് മാറും എന്നുള്ളതിൽ അങ്ങേ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഈ കൂട്ടത്തിൽ സർ, വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത നഗരമായ മട്ടന്നൂർ ജംഗ്ഷൻ നവീകരണത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയെന്ന് അങ്ങനോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ മട്ടന്നൂരിൻ്റെ പേരതിൽ കാണുന്നില്ല സർ. ആ ടൗണിൽ 3 ജംഗ്ഷനിൽ വളരെ ബോട്ടിൽ നെക്ക് പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ തന്നെ ട്രാഫിക് പ്രശ്നം ഉണ്ടാവുകയാണ്. ഈ ജംഗ്ഷൻ നവീകരിക്കുന്നതിനും ഈ റോഡുകൾ മനോഹരമാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മട്ടന്നൂർ ടൗൺ കൂടി അതിൻ്റെ മനോഹരമായും സൗകര്യപ്രദമായും മാറ്റുന്നതിന് അങ്ങ് നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷൻ്റെ നവീകരണം പ്രധാനമാണ്. ഇപ്പോൾ ഇറങ്ങിയ ലിസ്റ്റ് ആദ്യത്തെ ഘട്ടമാണ്. അടുത്തതിൽ എന്തായാലും മട്ടന്നൂർ ജംഗ്ഷൻ കൂടി ഉണ്ടാകുന്നൊരു സ്ഥിതി ഉണ്ടാവും. റോഡുകളും പൊതുവെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള റോഡുകൾ എന്നുള്ളതിൽ പ്രത്യേക പദ്ധതിയുണ്ട്. അത് കോഴിക്കോട് ജില്ലയിൽ നിന്നും വരാൻ വേണ്ടി സൗകര്യമാകുന്ന നിലയിൽ കാസർഗോഡിലും നിന്ന് വരുന്നവർക്ക് എത്താൻ പാകത്താൽ ആക്കുന്ന നിലയിലാണ് പദ്ധതി. നമുക്ക് നടപ്പിലാക്കി മുന്നോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, അങ്ങ് എയർപോർട്ട് റോഡുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 6 എയർപോർട്ട് റോഡുകളുടെ നിർമ്മാണം, അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ നടപടി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ റോഡുകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ റോഡുകളും റോമിലേക്കെന്ന് പറഞ്ഞതുപോലെ ഈ 6 റോഡുകളും വരുന്നത് മട്ടന്നൂരേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങൾ നേരത്തെ ഈ പ്രദേശത്ത് ആരംഭിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എയർപോർട്ട് റോഡുകൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള ലാൻഡ് അക്വിസിഷനും മറ്റും മട്ടന്നൂർ മേഖലയിലും അടിയന്തരമായി പൂർത്തിയാക്കുന്നതിനും നടപടി സ്വീകരിക്കുമോ? സാർ, തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മൾ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ ഇനിയുള്ള കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പ്രശ്നം നമ്മളിന്ന് നേരിടുന്ന, നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നമ്മൾ കുടിവെള്ള പ്രശ്നം, വൈദ്യുതി ലൈൻ, അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്ക് റോഡ് കയറി മുറിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ റോഡുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാളവണ്ടി പോകുന്ന കാലത്ത് ഉള്ള വഴികളാണ് പിന്നെ റോഡായി മാറിയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം പിന്നീട് റോഡുകളുടെ നടുവിലൂടെയുള്ള പൈപ്പ് റോഡ് വീതി കിട്ടുമ്പോൾ കൂടുതൽ നടുവിലേക്കാവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രോസ് ഡക്റ്റുകളും അതുപോലെ ഡക്റ്റുകളുമായി റോഡുകൾ നിർമ്മിക്കുകയാണ്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി റോഡുകൾ, പുതിയ റോഡുകളൊക്കെ ഡിസൈൻഡ് റോഡുകളാണ്. അപ്പോൾ അതിന് കൂടുതൽ സ്ഥലം വേണം. നമ്മൾ തട്ടിക്കൂട്ടി റോഡുകൾ അധികം വീതിയില്ലാതെ ഉണ്ടാക്കിയാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും അത് പ്രയാസം വരും. നമ്മൾ പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ കുടിവെള്ള പൈപ്പ് പ്രശ്നം, ഇലക്ട്രിസിറ്റി ബോർഡ് പ്രശ്നം, ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്ത് എന്നുള്ളതാണ്. ശാശ്വത പരിഹാരം തീർച്ചയായും നല്ല ഡക്റ്റുകളുള്ള നല്ല റോഡുകൾ, നല്ല വീതിയുള്ള റോഡുകൾ എത്ര കാലം ഉപയോഗിക്കാനും ഏത് കണക്ഷനും, അത് ക്രോസ് ഡക്റ്റ് ആയിക്കോട്ടെ സൈഡ് ആയിക്കോട്ടെ, ഏത് കണക്ഷനും വാട്ടർ കണക്ഷനോ മറ്റിനൊക്കെ റോഡ് കീറാതെ ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലേക്ക് നല്ല ഡിസൈൻ റോഡുകൾ, അത് നല്ല സ്ഥലം വേണം. ആ നിലയിൽ തന്നെ നമുക്ക് സംസാരിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം. ശ്രീമതി OS അംബിക, പെട്ടെന്ന്. മാനവീയം വീതി പോലെ ചെറുനഗരങ്ങളിലും മറ്റും സാംസ്കാരിക ഇടനാഴികൾ ഉണ്ടാക്കാൻ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും പദ്ധതികൾ തയ്യാറാക്കുമോ? യെസ്, മാനവീയം വീതി പോലെ. സർ, തീർച്ചയായിട്ടും നമുക്ക് അതുപോലുള്ള റോഡുകൾ ഉണ്ടാക്കണം. റോഡുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ നമ്മൾ കാണുന്നു സാർ. മനോഹരമായി ആളുകൾക്ക് ഒത്തുകൂടാനുള്ള കേന്ദ്രങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുണ്ട്. ആളുകൾക്ക് വന്നിരിക്കാനും. സാർ, മാനവീയം വീതിയും കലാഭവൻ റോഡ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. എങ്ങനെയാണ് ജനങ്ങൾ ഇത്തരം പദ്ധതികളെ സ്വീകരിക്കുന്നത്, എല്ലാ നിലയിലുമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലുള്ള റോഡുകൾ ഇനി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള എല്ലാ ജനങ്ങളെ ആകെ യോജിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം എടുത്ത് തിരുവനന്തപുരം നഗരത്തിലും കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലും മാനവീയം വീതി മോഡലുള്ള റോഡുകൾ കൊണ്ടുവരാനുള്ള ആലോചന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. CH കുഞ്ഞമ്പു, പെട്ടെന്ന് സമയം പോകും. സർ, കാസർഗോഡ് ജില്ലയിലെ 2 പ്രധാനപ്പെട്ട സ്മാർട്ട് റോഡുകളാണ് ചെർക്കള ജാലസൂർ ഇന്റർ സ്റ്റേറ്റ് റോഡും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് കാസർഗോഡ് സ്റ്റേറ്റ് ഹൈവേയും. ഇത് രണ്ടും KSTP റോഡുകളാണ്. രണ്ടും തകർന്നു പോയിട്ടുണ്ട്. ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു. സർ, തൊട്ട് 2 ദിവസം മുമ്പ് KSTPയുടെ യോഗം ചേർന്ന് ഈ പറയുന്ന പദ്ധതികളൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ പങ്കെടുത്തിരുന്നു. അതിൽ ഇത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താം. നൗഷാദ്, പെട്ടെന്ന്. സർ, നഗര റോഡ് വികസന പദ്ധതികൾക്കായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ സ്വീകരിക്കുമോ? കൊല്ലം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റിന്റെ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് സർ, തീർച്ചയായിട്ടും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അതിൽ കൊല്ലം സിറ്റി റോഡിനും പ്രത്യേകിച്ച് ധനകാര്യമന്ത്രിയും പ്രത്യേകം അത് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെ കണ്ട് മുന്നോട്ട് പോകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.